ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പേടിഎം ക്യാഷ് ഏൺ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷനിൽ മിനിമം വിഡ്രോൾ എന്ന് പറയുന്നത് 1 രൂപയാണ്. അത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ പേടിഎം വാലറ്റിലോട്ട് റിസീവ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ വിഡ്രോ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് തന്നെ കണ്ടിരിക്കുക. ഇതിൽ നമുക്ക് പേടിഎമ്മിലോട്ടും കൂടാതെ UPIയിലോട്ടും ബാങ്കിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാം. അപ്പോൾ ഞാൻ പേടിഎമ്മിലോട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്ത പ്രൂഫ് അടക്കം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അധികം പറഞ്ഞ് ലേഖടിപ്പിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഇന്ന് തന്നെ ഒരു ജോയിൻ ബോണസ് വിഡ്രോ ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ജോയിൻ ചെയ്യുക, വിഡ്രോ ചെയ്യുക, അത്ര മാത്രം ചെയ്താൽ മതി. പേയ്മെൻറ്റൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആവുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഇന്ന് വേണോ അതോ നാളെ വേണമെന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി. നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി ഓൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസും കൂടാതെ ലിമിറ്റഡ് പീരീഡിലുള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ പേയ്മെൻറ്റ് പ്രൂഫ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ താഴെ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഓക്കെ ബട്ടൺ എനേബിൾ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാംഗ്വേജ് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സൈനപ്പ് ആൻഡ് ലോഗിൻ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നെയിം ചോദിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നതായിരിക്കും. റെഫറൽ കോഡ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. റെഫർ കോഡ് എൻ്റർ ചെയ്താലും എൻ്റർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും നമ്മുടെ OTP കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ കൊടുത്ത നമ്പർക്ക് OTP കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് വരുന്നതായിരിക്കും. ഇതുപോലെ ഒരു പേജായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് ഗെയിംസ് കളിച്ചിട്ടാണ് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യേണ്ടത്. ഇതിൽ മിനിമം വിഡ്രോൾ എന്ന് പറയുന്നത് 1 രൂപയാണ്. അതിന് കൂടുതൽ നമുക്ക് വിഡ്രോളും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഗെയിംസ് കളിച്ചുകൊണ്ട് മാത്രമാണ് ഏൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിൽ റെഫർ ചെയ്താലൊന്നും എമൗണ്ടും കാര്യങ്ങളൊന്നും കിട്ടില്ല. ആദ്യം തന്നെ എൻ്റെ വാലറ്റ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വാലറ്റിൽ ഏകദേശം 210 രൂപയുണ്ട്. അപ്പോൾ ഇതിൽ പൈസയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആഡ് ചെയ്യാനായിട്ട് ആഡ് മണി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിനിമം 10 ആണ്. 10 രൂപ എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ പേ വിത്ത് പേടിഎം അല്ലെങ്കിൽ പേ വിത്ത് ക്യാഷ് ഫ്രീ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. അങ്ങനെ നിങ്ങൾ പേ വിത്ത് പേടിഎം ആണ് യൂസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഇതിലെങ്ങനെ ഇനി ഗെയിംസ് കളിച്ച് പൈസ ഏൺ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. മെയിനായിട്ട് നിങ്ങൾ ഹോം സെക്ഷൻ എടുക്കുക. അതിനുശേഷം പ്ലാൻ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ 10 രൂപയുടെ ഗെയിം കളിക്കുമ്പോൾ 20 രൂപയായിട്ട്, 25ൻ്റെ കളിക്കുമ്പോൾ 50 ആയിട്ടും, 50ൻ്റെ കളിക്കുമ്പോൾ 100 ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം 10ൻ്റെ കളിച്ച് നോക്കുക. അപ്പോൾ ഞാൻ 10 രൂപയുടെ ഗെയിം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഓപ്പോണൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗെയിം കാണാൻ കഴിയുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാവുന്നതാണ്. അതായത് ഓരോ കട്ട വരുമ്പോൾ നമ്മൾ മുകളിലോട്ട് ചാടി കയറണം. ഓരോ ചാട്ടത്തിനും നമുക്ക് ഓരോ പോയിന്റ് വെച്ച് കിട്ടുന്നുണ്ട്. അത് കൃത്യമായിട്ട് ചാടുകയാണെങ്കിൽ ഏകദേശം 2 പോയിന്റ് വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിച്ച് നോക്കാം. പക്ഷേ ഇതിൽ പൈസയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ നിർബന്ധിക്കാത്തത്. ഏകദേശം അര മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് മാത്രമേ ഗെയിം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഗെയിം എൻഡ് ആവാനായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം 25 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഓപ്പോണൻറ്റിൻ്റെ പോയിന്റ് നോക്കാം. അപ്പോൾ അവന് ഏകദേശം 11 പോയിന്റാണ് കിട്ടിയത്. അപ്പോൾ നമ്മളങ്ങനെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏൺ ചെയ്ത പൈസ വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ വാലറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ എൻ്റെ വാലറ്റിൽ ഏകദേശം 210 ഉണ്ടായിരുന്നു. ഇപ്പോൾ 218 ആയിട്ടുണ്ട്. 2 രൂപ ടാക്സ് ആയിട്ട് ഈടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ വിഡ്രോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേടിഎം നമ്പർ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പേടിഎമ്മിലോട്ടും UPIയിലോട്ടും ബാങ്കിലോട്ടും ഒക്കെ വിഡ്രോ ചെയ്യുക. അപ്പോൾ ഞാൻ പേടിഎം ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 1 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 1 രൂപ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ സക്സസ് ആയി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കൺഗ്രാജുലേഷൻ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള 217 കൂടി ഇവിടെ എൻ്റർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 217 എന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ 2 പേയ്മെൻറ്റ് ഞാൻ എൻ്റെ പേടിഎം എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ്റെ പേരിൽ തന്നെയാണ് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആയത്. അപ്പോൾ ഞാൻ ആദ്യം 1 രൂപയുടെ പേയ്മെൻറ്റാണ് എടുത്ത് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈമും കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ് ടാക്സും കാര്യങ്ങളൊന്നും ഈടാക്കുന്നത്. അപ്പോൾ നമുക്ക് 217ൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് കൂടി കാണിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് 217 നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു മണി മേക്കിംഗ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.